പിന്നെ ശബ്ദമൊക്കെ ഇത്തിരി കുറവാണ്. വീഡിയോയ്ക്ക് വലിയ ഡെക്കറേഷൻസ് ഒന്നുമില്ല. കാര്യത്തിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് സാലറി ചലഞ്ചിനെ കുറിച്ചാണ്. ഇപ്പോൾ ഈ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലും സാലറി ചലഞ്ചിനെ കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടു. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഒരു മാസത്തെ ശമ്പളം വയനാട് ദുരിതബാധിതർക്ക് നൽകണം എന്ന നിലയ്ക്കൊക്കെ. അത് ഔദ്യോഗികമായി ഇതെന്തായി എന്ന് എനിക്കറിയില്ല. മുമ്പൊരു ദുരിതകാലത്ത് സാലറി ചലഞ്ച് വെച്ചപ്പോൾ അത് വലിയ വിവാദമായിരുന്നു. ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ യഥാർത്ഥത്തിൽ ഈ സാലറി ചലഞ്ച് എന്ന് വയ്ക്കേണ്ട കാര്യമില്ല. കാരണം ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ആളുകൾ സ്വയം അറിഞ്ഞ് സഹായിക്കാറുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയൊക്കെ അതുപോലെ എല്ലാവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നേരിട്ട് സഹായം എത്തിക്കണമെന്നും അല്ലാതെ ഏതെങ്കിലും വിധേന സഹായം എത്തിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ സഹായം എത്തിക്കണം എന്നുമൊക്കെ പൊതുവിൽ അഭ്യർത്ഥിക്കാറുണ്ട്. കൂടുതലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയക്കാനാണ് ആവശ്യപ്പെടുക. അപ്പോൾ അത് പൊതുവിൽ അങ്ങനെ അഭ്യർത്ഥിച്ചാലും ഇല്ലെങ്കിലും കുറച്ചേറെ പേർ നേരിട്ടും അല്ലാതെയുമൊക്കെ സഹായങ്ങൾ എത്തിക്കുന്നുണ്ട്. ഇതുവരെയും അങ്ങനെയാണ്. ഈ വയനാട് ദുരന്തത്തിലും എത്രയോ പേർ സഹായം നൽകിയിരിക്കുന്നു. സർക്കാർ ഉദ്യോഗസ്ഥരോട് മാത്രമായിട്ട് സഹായം അനുവദിക്കണമെന്ന് പ്രത്യേകമായി പറയേണ്ട കാര്യമില്ല. കാരണം ഇത് അടിച്ചേൽപ്പിക്കേണ്ട ഒന്നല്ല. സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലുമുള്ള ആളുകൾ അവരവരെ കൊണ്ടാകുന്ന തരത്തിൽ ഇത്തരം ദുരന്തകാലങ്ങളിൽ സഹായിക്കാറുണ്ട്. അതുപോലെ അവരും സഹായിക്കേണ്ടതാണ്. മാത്രവുമല്ല, സർക്കാർ ഉദ്യോഗസ്ഥരാണ് യഥാർത്ഥത്തിൽ സർക്കാർ ഖജനാവിൽ നിന്നുള്ള പണം നേരിട്ട് പ്രതിഫലം പറ്റുന്നത്. അവർ ജോലി ചെയ്തിട്ട് തന്നെയാണ്, പക്ഷെ നേരിട്ട് ശമ്പളം പറ്റുന്നവരാണ്. അതുമാത്രമല്ല, ഏറ്റവും സുരക്ഷിതമായ വരുമാനമുള്ളത്. വരുമാനത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും. എല്ലാവർക്കും ഒരേ വരുമാനമല്ല. സാധാരണ ഉദ്യോഗസ്ഥരൊക്കെ തട്ടിമുട്ടി ജീവിച്ചു വരുന്നവരാണ്. പക്ഷേ സ്ഥിര വരുമാനം ഉള്ളത്, വരുമാനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും സുരക്ഷിതരായിട്ടുള്ളത് സർക്കാർ ഉദ്യോഗസ്ഥരാണ്. ഇപ്പോൾ മറ്റ് മേഖലകളിലുള്ളവർ ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്നവരാണെങ്കിൽ, എന്തെങ്കിലും ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങിയിട്ടുള്ളവരാണെങ്കിൽ അവരുടെയൊക്കെ വരുമാനം ഏറെയും കുറഞ്ഞും ഇരിക്കും. ചിലർക്ക് കൂടുതൽ വരുമാനം ആർജിക്കാൻ പറ്റും, ചിലർക്ക് അത്രത്തോളം വരുമാനം ആർജിക്കാൻ പറ്റില്ല. ചിലർക്ക് ഇടയ്ക്ക് വെച്ച് അവരുടെ ഈ വരുമാനം ഒക്കെ നിലച്ചു പോവുകയും ബിസിനസ്സൊക്കെ തകർന്ന് ചിലപ്പോൾ നിലച്ചു പോവുകയൊക്കെ ചെയ്യും. ഒരു സ്ഥിരതയില്ല. പക്ഷേ സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വരുമാനത്തിന് സ്ഥിരതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ സർക്കാരോ ഒരു ഉത്തരവിലൂടെയൊന്നും സാലറി ചലഞ്ച് പോലെയൊന്നുള്ള കാര്യങ്ങൾ നടപ്പിലാക്കേണ്ട കാര്യമില്ല. കാരണം ഇവർ സർക്കാരിൻ്റെ തന്നെ ഭാഗമാണ്. സർക്കാരിൻ്റെ ശമ്പളം പറ്റുന്ന എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും ഗവൺമെൻറ് വ്യവസ്ഥിതിയുടെ, ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ചിലർ പറയുന്ന ഈ റവന്യൂയിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർ, അതുപോലെയുള്ള ഭരണപരമായ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ മാത്രമല്ല സർക്കാരിൻ്റെ ഭാഗമാകുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാം, അതിപ്പോൾ സ്കൂൾ അധ്യാപകരാണെങ്കിൽ പോലും കോളേജ് അധ്യാപകരാണെങ്കിൽ പോലും അവർ സർക്കാരിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണല്ലോ സർക്കാരിൻ്റെ പല കാര്യങ്ങൾ വരുമ്പോൾ, ഇപ്പോൾ ജനസംഖ്യാ കണക്കെടുപ്പിനാണെങ്കിലും ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് അതിൻ്റെ പോളിംഗ് ഓഫീസർമാരായിട്ട് പോളിംഗ് ഡ്യൂട്ടിക്കൊക്കെ അവർ നിയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ സർക്കാരിൻ്റെ തന്നെ ഭാഗമായതുകൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ആരും പറയാതെ തന്നെ അവരുടെ ഈ സുരക്ഷിതമായ വരുമാനത്തിൽ നിന്നും അവരവർ ഇഷ്ടപ്പെടുന്ന ഒരു എമൗണ്ട് നൽകാൻ അവർ ബാധ്യസ്ഥരാണ്. അതവർ സ്വയം അറിഞ്ഞ് ചെയ്യേണ്ടതാണ്. അപ്പോൾ മാത്രമാണ് അവരുടെയൊക്കെ സാമൂഹിക പ്രതിബദ്ധത എത്രത്തോളം ഉണ്ട് നമ്മൾ മനസ്സിലാക്കാൻ കൂടി കഴിയുന്നത്. അതുകൊണ്ട് അവർ സ്വയം അറിഞ്ഞാണ് ഇത് ചെയ്യേണ്ടത്. കാരണം നമ്മൾ മറ്റ് പല തൊഴിൽ മേഖലയിലും ഉള്ള ആളുകൾ ചെയ്യുന്നതൊക്കെ പരസ്യമായി രഹസ്യമായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. കുറേയൊക്കെ നമ്മളത് അറിയുന്നുണ്ട്. ഇപ്പോൾ വലിയ സമ്പന്നരായിട്ടുള്ള ആളുകൾ ഒരുപാട് വലിയ തുകകളൊക്കെ കൊടുക്കുന്നുണ്ട്. അത്രത്തോളം വരുമാനം ഇല്ലാത്തവർ അവരുടെ കഴിവിനനുസരിച്ച് സംഭാവനകൾ കൊടുക്കുന്നുണ്ട്. എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ ഒന്നും ഒരു വിവരം നമുക്ക് സാധാരണ ലഭിക്കുന്നില്ല. സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കുറച്ചൊക്കെ വരും. പക്ഷേ അങ്ങനെ വ്യാപകമായിട്ട് ഈ സർക്കാർ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്തു എന്ന ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ അത് ഇങ്ങനെ കാണുന്നില്ല. നമ്മൾ അധികം കാണുന്നില്ല. ഇനി ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണോന്ന് അറിയത്തില്ല, എന്തായാലും കാണുന്നില്ല. അപ്പോൾ അത് ഓരോ സർക്കാർ ഉദ്യോഗസ്ഥരും അവരവരുടെ അവരുടെ മാനസിക നില അനുസരിച്ച് അല്ലെങ്കിൽ അവരവരുടെ ഒരു എന്താ പറയുക അതിന്
അവരെത്ര കൊടുക്കുന്നു എന്നുള്ളത് അവരവരുടെ ഇഷ്ടമാണ്, അവരവരുടെ ഇത്തരം കാര്യങ്ങളുള്ള സമീപനത്തെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ അങ്ങനെ വന്നാൽ ആരും ഇതിൽ നിന്ന് മാറി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സർക്കാർ ഉദ്യോഗസ്ഥരെന്ന് പറയുമ്പോൾ പൊതുവെ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ ഉയർന്നു നിൽക്കുന്നവരായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോട് ആരും ഇത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അവരത് അറിഞ്ഞ് സ്വയം ചെയ്യണം. അങ്ങനെ അവർ സർക്കാരിൻ്റെ ഇതുപോലെയുള്ള പരിപാടികളിൽ അവർ ഭാഗമാകാൻ ബാധ്യസ്ഥരായിട്ടുള്ള ഒരു വിഭാഗമാണ്. അത് അല്ലാതെ ഒരു ഉത്തരവിലൂടെ അടിച്ചേൽപ്പിക്കേണ്ട ഒരു കാര്യമല്ല. ബാക്കി തൊഴിൽ, ഇപ്പോൾ സർക്കാരിൻ്റെ അതല്ലാത്ത, സർക്കാർ ജോലി ഇല്ലാത്ത മറ്റ് തൊഴിൽ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ ആരും തന്നെ ഏതെങ്കിലും ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇത്തരം സഹായങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരും അവർക്കും സമൂഹത്തോട് ബാധ്യതയുണ്ട്. മറ്റുള്ളവർക്കുള്ളതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ ബാധ്യതയുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ. അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർ സർക്കാരിൻ്റെ തന്നെ ഭാഗമാണ്. മറ്റൊന്ന്, അവർ സ്ഥിര വരുമാനം ഉള്ളവരാണ്. അതിൽ പിന്നെ അവർ ചെലവ് ചെയ്യുന്ന രീതി അനുസരിച്ച് അവർക്ക് പിന്നെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് വളരെ ആർഭാടത്തോടു കൂടി ജീവിക്കാം. അങ്ങനെ വരുമ്പോൾ കിട്ടുന്ന ശമ്പളമൊന്നും തികയത്തില്ല. വളരെ സാധാരണ രീതിയിൽ തട്ടിമുട്ടി വലിയ കുഴപ്പമില്ലാതെ ജീവിച്ച് പോവുകയും ചെയ്യും. എന്തായാലും വരുമാനത്തിൻ്റെ കാര്യത്തിൽ അവർ സുരക്ഷിതരാണ്. അപ്പോൾ ആ ഒരു സുരക്ഷിതത്വം ഉള്ളതുകൊണ്ട് തന്നെ അവരിപ്പോൾ ആ ശമ്പളം മുഴുവൻ എടുത്ത് കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഒരു വർഷത്തെ ശമ്പളം കൊടുക്കണമെന്നോ ആരും പറയുന്നില്ല. പക്ഷേ അവരുടെ ഓരോരുത്തർക്കും അറിയാം, സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിലും അവരുടെ കുടുംബത്തിൽ എന്തെല്ലാം ചിലവുകളുണ്ട്, അവരുടെ ജീവിതം എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് എന്നെല്ലാം അവർക്കാണ് അറിയാവുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് സ്വയം അവർ മനസ്സിലാക്കുന്ന അവരുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള തുകകൾ അവർ സ്വയമേവ കൊടുക്കേണ്ടതാണ്. അത് കൊടുക്കുന്നത് എത്രയാണ് എന്നുള്ളത് പരസ്യപ്പെടുത്താൻ കഴിയുന്നവർ പരസ്യപ്പെടുത്തി കൊടുക്കണം, അല്ലാത്തവർ അല്ലാതെ കൊടുക്കണം. പിന്നെ അവരുടെയൊക്കെ യൂണിയനുകൾക്ക്, എല്ലാവരും ഏതെങ്കിലും യൂണിയൻ്റെ ഭാഗമായിരിക്കുമല്ലോ. അപ്പോൾ ആ യൂണിയനുകൾക്ക് ഇടപെട്ട് ഓരോരുത്തരും ഇത്ര രൂപ കൊടുക്കണമെന്നൊക്കെ വേണമെങ്കിൽ അവരോട് നിർദ്ദേശിക്കാം എന്നല്ലാതെ അങ്ങനെ നിർദ്ദേശിക്കുന്നത് ശരിയല്ല. കാരണം ഇത്തരം കാര്യങ്ങളിൽ യഥാർത്ഥത്തിൽ നമ്മൾ സാധാരണ ജനങ്ങളുടെ അടുത്ത് ചെന്നിട്ട് സംഭാവന ചോദിച്ച് വാങ്ങുന്ന പോലെ വാങ്ങേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ അവരും ഇത് മറ്റുള്ളവരൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ സ്വയം അറിഞ്ഞ് ചെയ്യേണ്ടതാണ്. അങ്ങനെ അറിഞ്ഞ് കണ്ട് അവർ എത്രത്തോളം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ പരിഗണിക്കേണ്ടത്.